സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ലാലേട്ടനും ശ്രീനിവാസനും കൂടെ വന്ന അതേ അമേരിക്ക. യെസ്, സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു നടക്കാൻ എയർപോർട്ടിൽ എന്നെ കാത്ത് ആരും വന്നില്ല എന്നുണ്ടെങ്കിലും ഞാനങ്ങ് എൻ്റെ സ്വപ്ന രാജ്യമായിട്ടുള്ള എന്നെ നല്ല ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്വപ്ന രാജ്യമായിട്ടുള്ള അമേരിക്കയിലേക്ക് എത്തി. എല്ലാവരുടെയും ഒരു ഡ്രീമാണ് യു എസിലേക്ക് പോകുക എന്നുള്ളത്. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു യു എസിലേക്ക് വരിക എന്നുള്ളത്. എന്നാൽ പിന്നെ വന്നേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് പലതവണ നമ്മൾ യു എസിലേക്ക് വരും. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക് നഗരത്തിലെ അമ്പരചുംബികളായ കെട്ടിടത്തിന് താഴെയാണ് ഈ കുഞ്ഞു മനുഷ്യൻ നിൽക്കുന്നത്. ന്യൂയോർക്കിൻ്റെ കാഴ്ചകൾ ഇന്നലെ നിങ്ങൾ കണ്ടു. ഇനിയും നിങ്ങൾ കാണും കുറേ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ ടെക് ട്രാവലീറ്റിൻ്റെ കണ്ണിലൂടെ. സോ വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഫ്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് എന്താ സംഭവം എന്നറിയോ? ഇത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ വേൾഡ് ട്രേഡ് സെൻറ്റർ. ആ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ താഴെയുള്ള ഒരു സംഭവമാണിത്. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ സ്മാരകമാണ്. അതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ ഇവിടെ ഈ അമ്പരചുംബികളായ കെട്ടിടത്തിൻ്റെ ഇടയിലൂടെ നമുക്ക് നടക്കുമ്പോൾ ഇത് ഫെസ്റ്റിവൽ പ്രൈവറ്റ് ഇവൻറ്റ്സ്. ഇത് കൊള്ളാലോ, ഫുഡ് സ്ട്രീറ്റാ. പക്ഷേ എൻ്റെ അമ്മേ മോനെ പൊളിച്ചു. ഇതെന്താണിത്? ഇത് കണ്ടിട്ട് ടർക്കിഷ് പോലെ ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് പല സംഭവങ്ങൾ, പ്രോൺസ്, മറ്റത് ഇവിടെ പ്രോൺസൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് അല്ല വൈവാണല്ലോ. ഇത് നമ്മുടെ സാത്തയില്ലേ, മലേഷ്യൻ സാധനങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നു. കൊള്ളാമല്ലോ. ഇതെന്തുണ്ടേ? ഇറ്റാലിയൻ BBQ, ചിക്കൻ, ബീഫ്, ലാമ്പ്, നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ മോനെ പൊളിച്ച്. ഇതെന്താണിത്? ഒക്കണോമിയാക്കി ഈസ് എ ട്രഡീഷണൽ ജാപ്പനീസ് സാവറി വെജിറ്റബിൾ പാൻ കേക്ക് പാക്ഡ് വിത്ത് വെജിറ്റബിൾസ് ആൻഡ് ബേസ്റ്റിംഗ് വിത്ത് ഫ്ലേവർ. അങ്ങനത്തെ ഒരു സാധനമാണ് ഒക്കണോമിയാക്കി. എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്. $10-16 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ക്യാഷ് ടിപ്സ് ആർ അപ്രിഷിയേറ്റഡ്. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ടിപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്? ബെസ്റ്റ് പോർക്കിംഗ് ലെച്ചോൺ ഇൻ ടൗൺ. പോർക്കും അങ്ങനത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഇത് കൊള്ളാട്ടോ. ഇത് എന്ത് തിരക്കാണിത്! ഇത്രയും വെറൈറ്റി ഫുഡ് ഞാൻ ഇവിടെ ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ്. ഇത് സ്ട്രീറ്റ് ഫുഡ് പോലെ ഈ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ കച്ചവടം. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടല്ലേ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഇത് ഓരോരുത്തർ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നു. ഇത് മറ്റേ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ താഴെയാണേ. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ താഴെയാണ് ഈ കാണുന്ന പരിപാടികളും കച്ചവടങ്ങളും ഒക്കെ നടക്കുന്നത്. മിക്സ് ആൻഡ് മാച്ച് സ്ക്യൂവേഴ്സ്, പലതരത്തിലുള്ള ചിക്കനും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ. നല്ല മണം, ഒരു രക്ഷയില്ല, അടിപൊളി മണം. കൊളംബിയൻ ഫുഡിൻ്റെ പേരാണ് അരിപ്പാസ്, സലച്ചിപ്പപ്പാസ്, എംപനഡാസ്. കൊള്ളാലോ. ഈ ആൾക്കാരൊക്കെ എന്തൊക്കെയാണോ സംസാരിക്കുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തൊക്കെ ഭാഷകളാണ് സംസാരിക്കുന്നത്. ഇത് ലോബ്സ്റ്ററൊക്കെയാണ്, ലോബ്സ്റ്റർ വിൽക്കുന്ന ആൾക്കാർ. ഇത് ലെബനീസ് ഇൻസ്പയർഡ് ഷവർമ വിൽക്കുന്ന ആൾക്കാർ. $15 കേട്ടോ ഒരു ഷവർമയ്ക്ക്. $15 എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 1500 റേഞ്ചിൽ വരുന്നു. ഇത് കൊഷീനിയ എന്നും പറഞ്ഞുകൊണ്ട് ബ്രസീലിയൻ ചിക്കൻ ക്രോക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങൾ. ഇതെന്താ സംഭവം? മാവോ ബാവോ. ഇത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു മോമോസ് പോലത്തെ എന്തോ ഒരു പരിപാടിയാണ്. ബാർബിക്യൂ ടാക്കോസ്. പാട്ടൊക്കെ സൂപ്പർ അല്ലേ? അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കാണിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആൾക്കാർ വെയിറ്റ് ചെയ്യുക, മനസ്സിലായില്ലേ? ഓർഡർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ പരിപാടികളാണ്. നമുക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. ഞാനിത് ഇത്രയും സംഭവങ്ങളൊന്നും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇത് മിക്വി ബ്രൂക്ലിൻ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ആൾക്കാരൊക്കെ വാങ്ങിച്ച് അവിടെ താഴെ നല്ലതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഇന്ത്യൻ ഫുഡൊന്നും കണ്ടില്ലല്ലോ. സാധാരണ അതൊക്കെ കാണണ്ടാണല്ലോ. ഇന്ത്യൻ ഫുഡൊന്നും കണ്ടില്ല. ഇന്ത്യക്കാർ ടൂറിസ്റ്റുകളും വളരെ കുറവാണ്, അതുകൊണ്ടായിരിക്കും ഇന്ത്യൻ ഫുഡൊന്നും ഇല്ലാത്തത്. പക്ഷെ സംഭവം കൊള്ളാം. ബർഗർ, എല്ലാവർക്കും ഈ ഫ്രൈസും ബർഗറും അതാണെന്ന് തോന്നി ഇവരുടെ ഫേമസ് ഫുഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അവിടെയാണ് എല്ലായിടത്തും തിരക്ക്. എന്ത് തിരക്കാണ് ഓരോ സ്ഥലത്ത്. അങ്ങനെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ താഴെ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കച്ചവടം നടത്തുന്ന ആളുകളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലമുണ്ടല്ലോ, ഇതിനകത്ത് കടകളാണ് കേട്ടോ. ഇത് ഒക്യുലസ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥലമാണ്. ഒക്യുലസ്. അതിനകത്ത് വെസ്റ്റ് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കയറി നോക്കട്ടെ. വാവ്, എൻ്റെ പൊന്നെ,
ഇതെന്താ ഇത്? എത്ര വൈഡ് ഇട്ടാലും ഇതൊന്നും ക്യാമറയ്ക്കകത്ത് കയറൂല, അതുപോലെ സംഭവങ്ങളാണ്. പക്ഷേ ഇത് ഒരു ബിൽഡിങ്ങുകളൊക്കെ പണിത് വെച്ചിരിക്കുന്ന ഇവർ സമ്മതിക്കണം കേട്ടോ. എന്തോരം ലൈറ്റ്സും പരിപാടികളൊക്കെയാണെന്നറിയോ. ഇതൊരു ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരു സ്ഥലമാണ് താഴെ. ഇത് അവിടെ അപ്പുറത്ത് കുറേ കടകളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എന്തോരം സ്പേസല്ലേ. അപ്പുറത്ത് രണ്ട് സൈഡിലും കടകളാണ്. ഇത് താഴെയാണ്, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. കണ്ടില്ലേ, ഈ ഗ്രൗണ്ട് ലെവലിൽ താഴെ അടിയിലേക്ക് ബേസ്മെൻറ്റിലാണ് ഈ പറഞ്ഞ കടകളും ബാക്കിയുള്ള സംഭവങ്ങളും ഷോപ്പിംഗ് മോളും പരിപാടികളൊക്കെ അവർ പണിത് വെച്ചിരിക്കുന്നത്. അതൊരു ഗംഭീര സ്ഥലം കേട്ടോ. എന്ത് ഹൈറ്റിലാണെന്നറിയോ, ഒരു ഫ്ലോർ തന്നെ ഒരു 2 നില 3 നിലയുടെയൊക്കെ ഹൈറ്റ് ഉണ്ട്. അത്രയും ഡെപ്തിലാണ് ഇതിവിടെ പണിത് വെച്ചിരിക്കുന്നത്. താഴെ കണ്ടില്ലേ, ആൾക്കാരെയൊക്കെ പൊട്ടുപോലെയാണ് കാണുന്നത്. അത്രയും താഴ്ചയും അത്രയും വലിപ്പമുണ്ട് ഇതിൽ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എത്രത്തോളം ഭീകരത എന്ന് പറയാൻ പറ്റില്ല, എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇതുപോലെയുള്ള പല ശില്പങ്ങൾ നമുക്ക് ഇവിടെ പല സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അടുത്ത് വന്ന് നിന്ന് ആളുകൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു റാബിറ്റിൻ്റെ ഫേസുള്ള ഒരു സ്ത്രീ ഒരു ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ, ഹിപ്പോപ്പൊട്ടാമസിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അവർ രണ്ടുപേരും കൂടെ ഡൈനിങ് ചെയ്യുവാണ്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, പുള്ളിക്കാരുടെ മുടി കണ്ടോ, കയറ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പോലല്ലേ. അയ്യോ, എന്ത് രസമല്ലേ ഇവരുടെയൊക്കെ മുടി കാണാൻ. നടന്ന് ക്ഷീണിച്ചവരാണോന്ന് അറിയത്തില്ല, അല്ലെ ഇവർ ഹോംലെസ് ആണോന്ന് അറിയത്തില്ല. ഇവിടെ ആൾക്കാർ കുറേ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെയുണ്ട് കുറേ പ്രതിമകൾ. ഇവരെല്ലാം ഡൈനിങ് ആണല്ലോ, ഫുഡ് കഴിക്കുകയാണല്ലോ. ഓ, ഇത് മൃഗങ്ങളുടെ ഡൈനിങ് ടേബിളാണ്. നോക്കി, അടിപൊളിയേ. എല്ലാ മൃഗങ്ങളും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമുക്കും കൂടെ വേണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്ന പോലെയൊക്കെ ഇരുന്ന് വേണേൽ ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനത്തെ പരിപാടിയാണ്. ഈ കാണുന്ന ഗില്ലി ആൻഡ് മാർക്ക് എന്ന് പറയുന്ന ഈ 2 ആൾക്കാരാണ് ഇവിടെ കാണുന്ന ഈ പ്രതിമകളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഭയങ്കര ആനിമൽ ലവേഴ്സ് ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നീരാളിയുടെ മുകളിൽ ആനയും പിന്നെ മനുഷ്യരും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മേളിൽ പിള്ളേരൊക്കെ വലിഞ്ഞ് കയറി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം പുറത്തോടെ നടക്കുമ്പോഴത്തേക്കിനും മറ്റേ സാധനത്തിൻ്റെ മണം ഭയങ്കരമായിട്ട് എനിക്ക് ലഭിക്കുന്നു. അതായത് മറ്റേ സാധനം ഉണ്ടല്ലോ, വലിക്കുന്ന സാധനം, അതിൻ്റെ മണം ഇവിടെ പുറത്തെല്ലായിടത്തും എനിക്കിങ്ങനെ നമ്മൾ നടക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ലഭിക്കുന്നു ഗൈസ്. ഇതൊക്കെ എന്താ അല്ലേ, ആൾക്കാരെല്ലാവരും അതിൻ്റെ മേളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം പരിപാടി, നൈസേ. ഇതൊക്കെ മറ്റേ വേൾഡ് ട്രേഡ് സെൻറ്റർ ബിൽഡിങ്ങുകളാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ ബിൽഡിങ്ങിൽ H&M വരെയുണ്ട്. പിന്നെ സ്പോട്ടിഫൈയുടെ ഒക്കെ ഓഫീസ് ഇവിടെയാണെന്ന് തോന്നുന്നു, എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാരിയൊക്കെ എടുത്ത ആൾക്കാർ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. ഓ യെസ്, ഇന്ത്യക്കാരല്ലാതെ പിന്നെ വേറെ ആരാ. ഇവിടെ കണ്ടില്ലേ സ്പോട്ടിഫൈ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു സ്പോട്ടിഫൈയുടെ ഒക്കെ ഓഫീസ് ഇതിനകത്തായിരിക്കും. ഇത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 4th ബിൽഡിംഗ്. ഇവിടെ എല്ലാം ഇവർ ആവശ്യത്തിന് വലിയ വാഹനങ്ങൾക്ക് വേണ്ടി റോഡ് ഗതാഗതം നിരോധിച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം അടച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതിങ്ങനെ അടച്ച് വെക്കാനും തുറന്നു വെക്കാനും പറ്റുന്ന ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ മറ്റേ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത കുറേ ഫലകങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടെ പല സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയർ ഓഫീസാണ് ആ കാണുന്നത്. ആ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ബാക്കിലായിട്ട് മുഗളായി ഇന്ത്യൻ കുസിൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇത് ഇവിടെ അടിപൊളി. ഈ കാണുന്നത് ഇവിടുത്തെ കോർട്ട്യാർഡ് ബൈ മാരിറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു ATM മെഷീൻ ഇരിക്കുന്നുണ്ടോ, ചെറിയ കുഞ്ഞ് ATM മെഷീൻ. കൊള്ളാതെ പാർക്കിംഗ് ടിക്കറ്റ് ഒക്കെ ഇടുന്ന മെഷീൻ പോലെ ഉണ്ട്. ഇവിടെ നിങ്ങൾ സുവനീറൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. ഞാൻ ഇന്നലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നിന്ന് സുവനീർ വാങ്ങിച്ചത് ഭയങ്കര കത്തി റേറ്റായിരുന്നു. പുറത്ത് $2 $3 സുവനീർ കിട്ടും. $2 സുവനീർ നമ്മുടെ നാട്ടിൽ പോലും കിട്ടൂല. അത്ര ചീപ്പാണ് സുവനീറൊക്കെ, മാഗ്നറ്റുകളൊക്കെ സംഭവങ്ങളൊക്കെ ഭയങ്കര ചീപ്പ്. ഇത് ചിക്കൻ സ്ട്രിപ്സ് പോലത്തെ ഒരു സാധനം റോൾ ചെയ്തിരിക്കുന്നു, നല്ല സ്പൈസിയാണ്, ടേസ്റ്റ് ഉണ്ട്. ഇതിന് $2.5 ഈ സാധനം. പിന്നെ ഇത് ഫ്രീ ആയിട്ട് കിട്ടി. ഇത് മറ്റേ സ്ലർപ്പി ഇല്ലേ ആ സാധനം, കോള ഫ്ലേവർ, ലാഭമല്ലോ. സുവനീറൊക്കെ എന്ത് ചീപ്പാന്നേക്ക്. ടീഷർട്ട് $10, മാഗ്നറ്റ് $2, ഹാറ്റ് തൊപ്പി $5, കീ ചെയിൻ $1. ഇത്ര ചീപ്പായിട്ട് സുവനീർ വിൽക്കുന്ന രാജ്യം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ പൊന്നി, ഇതെന്ത് വലിയ കടയായത്. അയ്യോ, ഇത്രയും വലിയ കടയോ ഇത്. അകത്ത് കയറി കഴിയുമ്പോൾ ഓരോ സാധനത്തിന് വിലയുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എന്ത് വലിയ കടയാണ് ദൈവമേ. വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഭയങ്കര വലിയ കച്ചവടം കേട്ടോ ഈ സുവനീറിൻ്റെ പരിപാടി. പ്രോഫിറ്റുള്ള കച്ചവടമല്ലേ. ഇതേ ഉടായിപ്പാട്ടോ. പുറത്ത് വെച്ചിരിക്കുന്ന ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ മേളിൽ എഴുതി വെച്ചിരിക്കുന്ന റേറ്റിൽ കിട്ടുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര കത്തിയാണ്. ഈ ബസ് ഉണ്ടോ, ഇവിടുത്തെ ബസ്സും ട്രക്കും ഒക്കെ അതിൻ്റെയൊക്കെ ഡിസൈൻ എന്ന് പറയുന്നത് വേറെ ലെവലാട്ടോ. ഏതോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട്
ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ബാഗ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വരുവാണ്. സൗത്ത് ഫെറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ബസ്സാണ് ഈ കാണുന്നത്. ബസ്സും വേറെ ലുക്കാണ്. ഇത് ട്രിനിറ്റി ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഡൗൺ ടൗൺ ഏരിയയിൽ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. ഇതിൻ്റെ പുറകിലാണ് എൻ്റെ ഹോട്ടലൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്കിനും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കണ്ടായിരുന്നു. അതിവിടുത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. അതൊന്ന് പകലൊന്ന് കണ്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഇതെന്താ സാധനം? ഐസ്ക്രീം വണ്ടിയാണ്. ഉണ്ടല്ലോ, ഐസ്ക്രീം വിൽക്കുന്ന ന്യൂയോർക്കിൻ്റെ ഐസ്ക്രീം വണ്ടി. അതിന് ഒരു ഇതൊക്കെ എവിടെ കൊണ്ടിട്ടാണ് കച്ചവടം ചെയ്യുന്നതെന്ന് നോക്കി പല സംഭവങ്ങളും. ഇതിവിടുത്തെ ഒരു ഹലാൽ തട്ടുകട. ചിക്കൻ റൈസ്, ഫ്രൈഡ് റൈസ്, പിന്നെ ലാമ്പ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഈ ഏഷ്യൻസും അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യക്കാരും അവരൊക്കെ ആയിരിക്കും ഇത്. ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലായിടത്തും പുക വരുന്നതാണ് അണ്ടർഗ്രൗണ്ടിൽ നിന്ന്. ഇതെന്താ പരിപാടി എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിങ്ങിൻ്റെ ആ ഒരു സൈഡിലെ ഭാഗം എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു പഴയ കെട്ടിടം. അതിങ്ങനെ വലിയ US ഫ്ലാഗ് ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണത് അല്ലേ. ഡൊണാൾഡ് ട്രംപിൻ്റെ വരെ സുവനീർ വെക്കാൻ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ സുവനീർ വരെ ചൈനയിൽ ഉണ്ടാക്കി കൊണ്ടുവന്നതേ ഉള്ളൂ. ഇതെല്ലാം ചൈനീസ് സുവനീറുകളാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാണുന്നില്ലേ, സമ്മർ ആയതുകൊണ്ട്. വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര തണുപ്പ് വരും. ഞാനിപ്പോൾ സുവനീർ വാങ്ങിച്ചേ. പ്രൈസ് $17. പക്ഷേ വാങ്ങിക്കുമ്പം ടാക്സ് എന്നും പറഞ്ഞുകൊണ്ട് $1.5 എക്സ്ട്രാ വാങ്ങിക്കും. പക്ഷേ ബില്ലൊന്നും തരുമൊന്നുമില്ല. $18 വാങ്ങിച്ചു. ഒരു TV റിപ്പോർട്ടറാണോ എനിക്ക്. പുള്ളി തന്നെ അവിടെ നിന്ന് ട്രൈപോഡൊക്കെ വെച്ചിട്ട് TV റിപ്പോർട്ട് ചെയ്യുക. ക്യാമറാമാനും ആങ്കറും എല്ലാം ഞാൻ തന്നെ, വേറെ ആരുമില്ല. നോക്കി, അത് കൊള്ളാമല്ലേ. എത്ര പതുക്കെയാണെന്നറിയോ പുള്ളി സംസാരിക്കുന്നത്. നൈസ്. ഈ റെയിൻ ഫോറസ്റ്റിൽ മരങ്ങളിങ്ങനെ ഉയരത്തിലിങ്ങനെ വളർന്നു നിൽക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ വളർന്നു നിൽക്കുമ്പോഴത്തേക്കിനും സൂര്യപ്രകാശം താഴേക്ക് വീഴാൻ മടിയായിരിക്കത്തില്ലേ. അതേപോലെയാണ് ഈ ന്യൂയോർക്കിലെ കെട്ടിടങ്ങൾ. ഇങ്ങനെ മരങ്ങളിങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ മത്സരിച്ച് നിൽക്കും. അപ്പോൾ ഇതിനിടയ്ക്കൂടെ നടക്കുമ്പോഴത്തേക്കിനും സൂര്യൻ്റെ പ്രകാശം നമ്മുടെ ദേഹത്തടിക്കാനായിട്ട് കുറച്ച് പാടാം. ഇടയ്ക്കിടയ്ക്കൊക്കെ സൂര്യൻ്റെ പ്രകാശം അടിക്കുകയുള്ളൂ. നമ്മളെങ്ങനെ നടന്ന് നമ്മൾ ആ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പാർക്കിൻ്റെ അങ്ങോട്ടേക്കാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ നടന്ന് തീരുമില്ല. അങ്ങനെ ആ വഴിക്ക് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴത്തേക്കിനും നമുക്കിവിടെ കുറേ ആൾക്കാരിങ്ങനെ ഒരു ബുള്ളിൻ്റെ പ്രതിമയുടെ ചുറ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ ഈ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ മോദി ഒരാൾ ഉടുപ്പൊന്നും ഇടാതെ നടക്കുന്നത്, ചൂടെടുത്തിട്ടാന്ന് തോന്നുന്നു പാവം. അപ്പോൾ ആ ബുള്ളിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള ക്യൂ ആണ്. അതിന് വേണ്ടി 1/4 മണിക്കൂറൊക്കെ ആൾക്കാർ ഇവിടെ നിൽക്കും. ഈ ഭാഗമൊക്കെ ഇവിടുത്തെ ന്യൂയോർക്ക് വാക്കിംഗ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള വാക്കിംഗ് ടൂറുകളാണ്. എന്ത് തിരക്കാന്ന് നോക്ക്. ആ ബുള്ളിൻ്റെ കാലിനിടയിലൊക്കെ കയറി ഇരുന്ന് അതിൻ്റെ പിടിച്ചോണ്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ആള്. അയ്യോ, അത് ശരി. ബുള്ളിൻ്റെ കാലിനിടയിൽ അതിൻ്റെ ടെസ്റ്റിക്കിൾസിന് പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. സോ നൈസ് നോ. അപ്പോൾ ഇതെന്താ ബുള്ളെന്നല്ലേ പറഞ്ഞുതരാം. ഈ ബുള്ളിന് വളരെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ബുള്ളെന്ന് പറഞ്ഞാൽ ശരിക്കും അൾട്ടൂറോ ഡി മോഡിക്ക എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ അമേരിക്കൻ ശില്പി 1989 അനുമതിയില്ലാതെ നിർമ്മിച്ച ഏകദേശം 3.5 ടൺ ഭാരമുള്ള, അതായത് 3200 കിലോഗ്രാം ഭാരമുള്ള ഒരു ബുള്ളാണ് ഈ കാണുന്നത്. ഇതിവിടെ ലോവർ മാനട്ടനിൽ ബൗളിംഗ് ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബുള്ള് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ശരിക്കും വെളിച്ചം താകുന്ന ഒരു ബ്രോൺസ് ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കൻ സാമ്പത്തിക ശക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഒരു ശില്പമാണ് ഇതെന്നാണ് പറയുന്നത്. ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റിനടുത്തുള്ള ബൗളിംഗ് ഗ്രീൻ പാർക്കിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അമേരിക്കൻ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അമേരിക്കൻ സാമ്പത്തിക ശക്തിയുടെ ഒരു മുദ്രാവാക്യം എന്നൊക്കെ പറയാവുന്ന ബുള്ള്. ആ ബുള്ള് കുറേ ആൾക്കാർ ഇവിടെ ബുള്ളിൻ്റെ മുഖത്ത് ചാരിയെന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ക്യൂ ആണിത്. അതല്ലാതെ കുറച്ച് ആൾക്കാർ ബുള്ളിൻ്റെ ബാക്കിൽ കാലിനിടയിലിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ബുള്ളിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ബുള്ളെന്ന് പറയുന്നത് ബുൾ മാർക്കറ്റിൻ്റെ പ്രതീകം, അഥവാ ഓഹരി വിപണി വളരുന്ന സജീവമായ ഒരു അവസ്ഥയിലുള്ളതിൻ്റെ ഒരു ചിഹ്നം എന്നാണ് ബുള്ളെന്ന് പറയുന്നത്. അതായത് ബുള്ളെന്ന് പറയുന്നത് ഭയങ്കര ഹെവി ശക്തിയുള്ളൊരു ആനിമലാണല്ലോ. ധൈര്യം, ശക്തി, വളർച്ച എന്നൊക്കെ പറയുന്നൊരു സംഭവമാണല്ലോ. അതാണ് ബേസിക്കലി സംഭവം. തലയിറക്കി മുന്നോട്ട് ചാർജ് ചെയ്ത് കുതിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയേറിയ കാള. അതാണ് ഈ ഒരു ബുള്ളിൻ്റെ സംഭവം എന്ന് പറയുന്നത്.
അപ്പോൾ എല്ലാവരും ബുള്ളിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ് അതിന് മാത്രം എനിക്കറിയത്തില്ല. എനിക്കവിടെ അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും തോന്നുന്നില്ല. എനിക്കിങ്ങനെ കാണാൻ മാത്രമേ തോന്നുന്നുള്ളൂ. ഇതിൻ്റെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഈ 1987 ഓഹരി വിപണി തകർച്ചയ്ക്ക് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതീക്ഷയ്ക്കായിട്ട് ആൾട്ടൂറോടി മോഡിക്കയാണ് ശരിക്കും ഈ ഒരു ശില്പം നിർമ്മിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു രാത്രി അധികാരികളുടെ അനുമതി ഇല്ലാതെയാണ് ബുള്ളിനെ അയാളിവിടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുമ്പിൽ കൊണ്ട് സ്ഥാപിച്ചത്. പിന്നീട് അത് പോലീസുകാർ അവിടെ നിന്ന് നീക്കി. എന്നാൽ ജനങ്ങളുടെ ആവശ്യം മൂലം വീണ്ടും അത് ബൗളിംഗ് ഗ്രീനിൽ ഇവിടെ കുറച്ചിങ്ങോട്ട് മാറ്റി ഇവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ് ഉണ്ടായിരുന്നത്. എല്ലാ വർഷവും എപ്പോൾ ഇവിടെ വരുന്ന വിദേശികളും ആൾക്കാരും എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലമാണ്. ഈ ചാർജിങ് ബുള്ളെന്ന് പറയുന്നത് ശരിക്കും ക്യാപിറ്റലിസത്തിൻ്റെ, അതായത് വാണിജ്യ തന്ത്രങ്ങളുടെ ഒരു ആഗോള ചിഹ്നമായിട്ടാണ് കാണുന്നത്. സമ്പത്ത്, സ്വതന്ത്ര വ്യാപാരം, വളർച്ച എന്നീ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബുള്ളാണ് സുഹൃത്തുക്കളെ നിങ്ങളീ കാണുന്നത്. എന്തായാലും ആ ബുള്ളിൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നീങ്ങാം. റോഡിൻ്റെ നടുവിൽ കൂടെയാണ് ആൾക്കാർ നടക്കുന്നതും ബുള്ളിൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നതും പരിപാടികളും എല്ലാം. എന്തായാലും ഒരു ചെറിയൊരു പ്രതിമയാണ് ഈ ഒരു സ്ഥലത്തെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബുള്ളിൻ്റെ പ്രതിമയൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഈ സാധനം ഇതൊക്കെ ബുള്ളിനെയൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, നല്ല ചെറുത് മുതൽ വലുത് വരെയുള്ള ബുള്ളും മാഗ്നറ്റുകളും എല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇവിടെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കളികളാണ് കേട്ടോ. കാരണം റെസ്റ്റോറൻറ്റ്സിലൊന്നും ആരും കയറുന്നില്ലല്ലോ, എല്ലാവരും പുറത്തു നിന്നല്ലേ കഴിക്കുന്നത്. ഇത് ചിക്കൻ കബാബ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ലേഡി ഇവിടെ നിന്ന് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം വൃത്തിയുണ്ട് കേട്ടോ, നല്ല വൃത്തിയിലാണ് ആ പരിപാടികൾ. ഇതൊക്കെ എന്താണ്, ജ്യൂസോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ വിൽക്കുന്ന രണ്ട് ചെക്കന്മാരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതുപോലെയുള്ള വഴിയോര കച്ചവടങ്ങൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തൊപ്പി, മറ്റേത് സാധനങ്ങൾ, അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സൂനിയറുകളും ബാക്കിയുള്ള പല പല പരിപാടികളൊക്കെയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ സാധനം കിട്ടും. പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. നാഷണൽ മ്യൂസിയം ഓഫ് അമേരിക്കൻ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ട്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കയറി കാണാം. ഞാൻ എന്തായാലും മ്യൂസിയത്തിലൊന്നും കയറുന്നില്ല. ഇപ്പോൾ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോകാനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോകാം, വേറെ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ബാറ്ററി പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. ആ ബാറ്ററി പാർക്കിൽ വരിക, അവിടെ നിന്നൊരു ഫെറി എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഒഫീഷ്യൽ ടിക്കറ്റ് ഏജൻറ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കൊണ്ട് സ്റ്റാച്യു ഫെറി നോ. ഇവിടേക്ക് വരുമ്പോഴേ കുറേ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ടിക്കറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷേ ഞാൻ അറിഞ്ഞത് ഫ്രീ ആയിട്ട് പോയി കാണാമെന്നാണ്. ഞാൻ എന്താ പരിപാടി എന്നുള്ളത് പോയി നോക്കട്ടെ. ഞാനിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അതാ ഇസ്കോൺ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ പാടുന്നു. നോക്കൂ, സായിപ്പന്മാരിരുന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ പാടുന്ന കണ്ടോ. ഉണ്ടോ, അടിപൊളി. എന്തൊക്കെ കാണണം ദൈവമേ. ഇവിടെ എല്ലാം നമ്മുടെ ഫെറി ടിക്കറ്റ് എടുപ്പിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു സ്കാം നമുക്ക് ഇങ്ങനെ മണത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേറെ ഒരു സ്റ്റാറ്റൻ ഫെറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഫെറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാനത് എവിടെയാണ് തപ്പിക്കൊണ്ടിരിക്കുക. പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. എന്താല്ലേ, അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ പോയാലും ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നമുക്ക് സ്കാമും പരിപാടികളും സംഭവങ്ങളും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അയ്യോ, ഒന്നും പറയണ്ട കേട്ടോ. ഇതാണ് ഇവിടുത്തെ അങ്ങോട്ടേക്ക് പോകുന്ന ഫെറിയുടെ സ്ഥലം. പക്ഷേ ഇവിടെ ഫ്രീ ആയിട്ട് പോകുന്ന സംഭവമുണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇത് പൈസ കൊടുത്ത് പോകുന്ന ഫെറിയാണ്. ഇവിടെ സ്റ്റാറ്റൻ ഐലൻഡ് ഫെറി എന്നും പറഞ്ഞൊരു ഫെറിയുണ്ട്. അതെവിടെയാണെന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പറ്റും എന്നാണ് അറിഞ്ഞത്. പോയി നോക്കട്ടെ. ഞാനങ്ങനെ സ്റ്റാറ്റൻ ഐലൻഡ് ഫെറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിലെത്തി. ഇതാണ് സ്റ്റാറ്റൻ ഐലൻഡ് ഫെറി. ഇവിടെ എന്താ മുമ്പിൽ പരിപാടി നടക്കുന്നത്? എന്തോ പരിപാടിയാണ്. എന്താ പരിപാടി അവിടെ? എന്തോ പ്ലേ ആണ്. ഓ, പൈസ വാങ്ങുക കഴിഞ്ഞു. അതെന്തെങ്കിലും ആട്ടെ. ഇതാണ് സ്റ്റാറ്റൻ ഐലൻഡ് ഫെറി. ഇവിടെ വരണം ഫെറിയിൽ കയറണമെങ്കിൽ. ഇത് ഫ്രീ ആണ്. എനിക്കറിയത്തില്ല എങ്ങനെ പരിപാടി, പോയി നോക്കട്ടെ ഞാൻ. സോ സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയിൽ വന്നു. ഇതിൽ വന്നിട്ട് നമുക്ക് ഇനി അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഇത് ഫ്രീ ആണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ. ഇതിനകത്ത് കയറാൻ പൈസ ഒന്നും കൊടുക്കണ്ട. വാവ്, നല്ല സെൻട്രലൈസ്ഡ് AC ആക്കി വെച്ചിരിക്കുന്ന ഒരു അടിപൊളി
ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫെറി പോകുന്നത്. ആൾക്കാർ ഫെറിക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. നമ്മുടെ ഫെറി വരുമ്പം കയറാൻ എങ്ങനെ പരിപാടി നടത്തില്ല. ലെറ്റ്സ് സീ. എനിക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും അങ്ങ് ദൂരെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ടൈമിങ്. ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിൽ ഫെറി ഉണ്ട്. വീക്ക് ഡേയ്സിൽ, വീക്കെൻഡ്സിൽ ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ. എഴുതിയിരിക്കുന്നുണ്ടല്ലേ, സർവീസ് ഈസ് ഫ്രീ, ട്രാവൽ ടൈം ഈസ് അപ്രോക്സിമേറ്റ് 25 മിനിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. NYPD എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ NYPDയുടെ മറ്റേ സുവനീറുകൾ വരെ വിൽക്കാൻ കിട്ടുന്നുണ്ട്. അതെ, ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ശരിക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് പോവില്ല. ഇത് നമുക്ക് ഈ ഫെറിയിൽ ഇരുന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി വളരെ അടുത്ത് കാണാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് മറ്റേ സ്ഥലത്ത് തന്നെ പോകേണ്ടി വരും. അതാണ് പരിപാടി. Disembarking, is that okay? No disembarking? No, if you want to go for disembarking, it's 4 hours for disembarking. So I can't get down? No, go in front. Just... In front of the statue, 30 minutes in front, take your photos. 5 minutes to run for 360 view. When you're coming back, you pass Ellis Island, Governor's Island, Brooklyn, Manhattan Bridge, 1 hour in total. Okay, but I can't get down from the boat? No, unless you do the 4 hours. 4 hours? Yes. Okay. You want to get down? Over there if you want to get down on the island. Okay. Yeah, thank you. ഇതെന്താ പരിപാടി? ഇത് ഫുൾ ഉടായ്പാണല്ലോ. 1 മണിക്കൂർ എന്ന് പറയുന്നു, 4 മണിക്കൂർ എന്ന് പറയുന്നു. ഇത് എന്നൊക്കെയോ പരിപാടിയുണ്ട്. ഇതേ സംഭവം ഇത് നമുക്ക് നാളെ വിശദമായിട്ട് വന്ന് ബാക്കി വീഡിയോ എടുക്കാം. അതാണ് സംഭവം, മനസ്സിലായോ? ഇല്ലെന്നുണ്ടെങ്കിൽ പണി പാളും. ഈ സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയിൽ നമുക്ക് കയറി പോകണോ? പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ദൂരെ നിന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് അടുത്ത് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും പരിപാടി? ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. എൻ്റെ നെഞ്ചത്തെ ക്യാമറ ഓണാന്ന് ആ പെണ്ണിന് മനസ്സിലായി. അതെന്തോ ഉടായിപ്പായിരുന്നു. അത് സ്കിപ്പ് ചെയ്യിപ്പിച്ചു, മനസ്സിലായോ? അതാണ് സംഭവം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് അതിനടുത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ എന്നാ ചെയ്യാനാ അല്ലേ? ഇറങ്ങിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഒരു പ്രതിമയല്ലേ, അതിൻ്റെ അകത്തും വെള്ളമൊക്കെ കയറായിരിക്കും. നമുക്ക് എന്തായാലും ബോട്ട് ഇത്രയും മെനക്കെട്ട് വന്നതല്ലേ, നമുക്ക് ആ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് പോയി നോക്കാം എന്താ പരിപാടിയെന്ന്. പക്ഷെ എൻ്റെ പൊന്നെ, ഇതിനകത്ത് മുടിഞ്ഞ തിരക്കാണല്ലോ. എന്ത് തിരക്കാണ് ഇത്! അയ്യോ, ഇത്ര ആൾക്കാർ. ഞാനൊന്ന് പുറത്തിറങ്ങി തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു 1000കണക്കിന് ആൾക്കാർ ക്യൂ ആയി. നോക്കി, ഇത് ഭയങ്കര വലിയ ഫെറി എന്തോ ആണെന്ന് തോന്നുന്നു. അതാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റിൽ ഇവിടെ നിന്ന് എന്തായാലും ഫെറി വരും. നമുക്ക് പോയി നോക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ക്രിസ്ത്യാനികളുടെ സദ്യക്ക് പോകുമ്പോഴത്തേക്കിനും, കല്യാണത്തിന് പോകുമ്പോഴത്തേക്കിനും താലിയിട്ട് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി കയറുന്ന പോലെ ഉണ്ട്. അതുപോലത്തെ തിരക്കാണ്. നോക്കി, ഫെറിക്കകത്ത് കയറാനാ. കയ്യിലുള്ള സാധനങ്ങളൊക്കെ പോക്കറ്റൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെയാണ് ശ്വേത എന്നോട് പറഞ്ഞത്. ഇവിടെ കള്ളന്മാർ ഭയങ്കര കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് വലിയ കപ്പലാണ് കേട്ടോ. നിറയെ ആൾക്കാർ പോകുന്നൊരു വലിയ കപ്പലാണ്. ഇത് താഴെയും മുകളിലും അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. നമുക്ക് താഴെ പോവാം. എല്ലാവരും മേളിലായിരിക്കും പോകുന്നത്. വി വിൽ ഗോ ഡൗൺ. ഓ, ഗംഭീര ഫെറിയാണല്ലോ. വാവ്, ഇതെന്താ ഇത്? ഇതൊരു കപ്പല്. എൻ്റെ പൊന്നെ, ഇത് അടിപൊളി സെറ്റപ്പാട്ടോ. അവിടെ നമുക്ക് കാണാം, സാധനം കാണാം. എന്ത് വലുതാ ഇത്! ഇതിനകത്ത് എത്ര ആയിരം ആളുകൾക്ക്. ഇതിനാണ് അവിടെ ഇടികൂടി ക്യൂ നിന്ന് ആൾക്കാർ ഇത്രയും കയറാൻ വേണ്ടി. ഇതിനകത്ത് ടോയ്ലറ്റും പരിപാടികളൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് സോ ബിഗ് മാൻ. എന്നാൽ പിന്നെ ഒരു പാലം പണിത് വെച്ചൂടെ അല്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സിമ്പിളാക്കി വെച്ചൂടെ അല്ലെ? ആൾക്കാർക്ക് പോകാനുള്ള പരിപാടികളൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഏതോ ഒരു കമ്പനിയുടെ കുത്തകയാണ് അത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് ഇവിടുത്തെ ലോക്കൽ ബസ് പോലെ തന്നെ ഭയങ്കര വലിയ കപ്പലായത്, ചെറുതൊന്നുമല്ല. ദിസ് ഈസ് സോ ബിഗ്. ഇത് നമ്മുടെ താഴത്തൊന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് വേറെ. ഓ, താഴെ മേളിലുമായിട്ട് ഗംഭീര സാധനം, അടിപൊളി. അങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനുള്ള നമ്മുടെ ആ ഒരു കപ്പൽ, ഇത് ഫെറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊരു ബിഗ് കപ്പലാണ്. ആ കപ്പൽ പുറപ്പെട്ടിരിക്കുകയാണ്. എന്തോരോ ആൾക്കാരാണെന്നറിയോ ഇതിനകത്തുള്ളത്. ഇവിടെയുള്ള ഓരോ ഐലൻഡിലേക്കും പോകാനായിട്ട് ഫ്രീ ആയിട്ട് ഫെറി സർവീസ് ഉണ്ട്. അതിന് പുറമെ ഇവന്മാർ പെയ്ഡും ചെയ്യുന്നുണ്ട്. അതാണ് മറ്റേ പൈസ കൊടുത്ത് നമ്മൾ പോകുന്ന ടൂർ കമ്പനിയുടെ കപ്പൽ എന്ന് പറയുന്നത്. കപ്പലല്ല, ഫെറി. അങ്ങനെ ന്യൂയോർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഫെറി റൈഡ് സമ്മാനിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ഫെറി റൈഡ് കണ്ട് ആസ്വദിക്കാം. ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ കയറിയ ഒരു ഫെറി ടെർമിനൽ. ആ കാണുന്ന സ്ഥലത്ത് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഫെറി കയറിയത്. നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങ് ദൂരെ മറ്റേ നമ്മുടെ വൺ വേൾഡ് ഒബ്സർവേറ്ററി വരെ നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് വൺ വേൾഡ് ഒബ്സർവേറ്ററി. പണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ഉണ്ടായിരുന്ന സമയത്ത്
സമയത്ത് ആ ഒരു ട്വിൻ ടവർ നമുക്ക് വളരെ തലയെടുപ്പോടുകൂടി നമുക്ക് കാണാൻ സാധിച്ചിരുന്ന ഒരു ഫ്രെയിമായിരുന്നു ഇത്. അപ്പം എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി അതില്ല. അലങ്ങും വിലങ്ങും ഈ കാണുന്ന കടലിടുക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്ന ബോട്ടുകൾ കാണാൻ സാധിക്കും. എനിക്ക് വ്യക്തമായിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല, അതൊരു സുഖമില്ലായിരുന്നു. രാവിലെ വരണം എന്നാലും ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉച്ച കഴിഞ്ഞ് വൈകിട്ടായി, അപ്പോൾ ആ ഒരു ലൈറ്റ് ഓപ്പോസിറ്റായി, അതാ പ്രശ്നം. നമുക്ക് രാവിലെ വന്ന് വീണ്ടും കാണാം. ഫെറി അടുത്തപ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. ഇത് നമ്മുടെ റോറോ ഫെറി പോലെ തന്നെയുള്ള ഒരു സെറ്റപ്പാണ്. നമ്മൾ ഒരു സൈഡിൽ കൂടെ കയറും, വേറൊരു സൈഡിൽ കൂടെ ഇറങ്ങാം, അങ്ങനെയാണ് പരിപാടി. ഞാൻ ഈ കപ്പലിലിരിക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു സംഭവം കൊണ്ട്, അതായത് നിങ്ങൾ ഇവിടെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ പുറത്ത് ഒരു ഔട്ട്ലെറ്റ് മോളോ അങ്ങനെ എന്തോ പരിപാടിയുണ്ട് എന്നിങ്ങനെ ഒരു സംഭവം കപ്പലിൽ പരസ്യം കണ്ടു. എന്നാൽ പിന്നെ അവിടെ തന്നെ പോയിട്ടൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഷോപ്പിങ്ങോ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഗംഭീര സെറ്റപ്പാട്ടോ. ആയിരക്കണക്കിന് ആൾക്കാരല്ലേ, 1000 ഒന്നും അല്ല, അത് എത്ര എനിക്ക് തോന്നുന്നൊരു 10,000-2,500-3,000 പേരെങ്കിലും ഈ കപ്പലിനകത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര ആൾക്കാരാണ്. എന്നാൽ ഒരു ഇടിയും ബഹളവും ഒന്നും വെക്കാതെ ഭയങ്കര സിമ്പിളായിട്ടല്ലേ എല്ലാവരും കയറി വന്നത്, ഇല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഇങ്ങനെ വന്ന കപ്പൽ കാണിച്ചു തരാം. നമ്മൾ അങ്ങനെ ന്യൂജേഴ്സിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടെ കിടപ്പുണ്ട് കപ്പൽ. ഇത് അത്യാവശ്യം വലിയ കപ്പലാട്ടോ. കപ്പലെന്ന് തന്നെ പറയണം, അത്രയും വലുതായത് കണ്ടില്ലേ. ഫെറി ടെർമിനലിൽ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവിടെ വലിയ ഒരു ബസ് സ്റ്റാൻഡൊക്കെ കാണാം. ഇവിടെ നിന്ന് പല സ്ഥലത്തേക്ക് ബസ്, പിന്നെ താഴെ നിന്ന് ട്രെയിന്, സബ്വേ, അങ്ങനെ പല പല പരിപാടികളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഫാക്ടറി ഔട്ട്ലെറ്റുകളാണ് നമുക്ക് മൊത്തം കാണാൻ സാധിക്കുന്നത്. ഞാനൊന്ന് തപ്പട്ടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ഞാനിവിടെ ബനാന റിപ്പബ്ലിക്കിൽ തുണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ, നല്ല കുറേ കളക്ഷനും ഉണ്ട്. സോ ലെറ്റ് മീ ട്രൈ. ഞാൻ അവിടെ വന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സമ്മർ വിയേഴ്സ്. ഫെറി വന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ കൂടി വരുന്നുണ്ട്, നമുക്ക് തിരിച്ച് പോകാനുള്ള ഫെറിയിൽ പോയി കയറാം. അയ്യോ ഫെറി ഇല്ല, ഇപ്പോൾ പോയേനെ. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് അങ്ങ് അടയ്ക്കുവാണല്ലോ എല്ലാം. ഓ, ക്യാപ്റ്റൻ ഇരിക്കുന്നുണ്ടോ മേളിൽ? ക്യാപ്റ്റൻ നോക്കൂ. ക്യാപ്റ്റൻ അവിടെ ഇരുന്ന് എല്ലാവരും കൈ കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, സെറ്റപ്പ്. എല്ലായിടത്തും പോലീസുകാരുണ്ട് കേട്ടോ, എവ്രിവെയർ, എല്ലായിടത്തും. ഇങ്ങനെ സർവൈലൻസിൽ ഇങ്ങനെ നടക്കും അവർ. അത് നല്ല കാര്യമല്ലേ നോക്കിക്കഴിഞ്ഞാൽ. നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിനെ പറ്റി പറയുകയാണെങ്കിലേ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദേവി പ്രതിമ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യത്തെയും അതേപോലെ തന്നെ ജനാധിപത്യത്തെയും പ്രതിനിധീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശില്പങ്ങളിൽ ഒന്നാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂയോർക്ക് നഗരത്തിലെ ലിബർട്ടി ദ്വീപിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിനെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അമേരിക്കയിലേക്ക് കടന്നു വരുന്ന കുടിയേറ്റക്കാർക്ക് സ്വാഗത സൂചകമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇത് ഫ്രാൻസ് ആണ് ശരിക്കും അമേരിക്കയ്ക്ക് സ്നേഹസൂചകമായിട്ട് സമ്മാനിച്ചത്. ഇത് ഇവരിവിടെ ഉണ്ടാക്കിയതല്ല, ഫ്രാൻസ് കൊടുത്തതാണ്. 1886 അമേരിക്കയുടെ സ്വാതന്ത്ര്യാഘോഷങ്ങളുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഫ്രാൻസ് ഇത് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്. 305 അടിയാണ് ഇതിൻ്റെ ഉയരം, 225 ടൺ ഭാരമുണ്ട് ഇതിന്. കോപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഫ്രെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഡിസൈനർ. ഐഫൽ ടവറൊക്കെ നിർമ്മിച്ച ഗുസ്താവ് ഐഫലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിനകത്ത് കയറി അല്ലെങ്കിൽ അതിനടുത്ത് പോയി കാണാൻ പറ്റുന്ന ഒരു ടൂറ് എന്ന് പറയുന്നത് നമ്മൾ $40 കൊടുത്തിട്ട് ബോട്ടിൽ കയറി ഈ ഐലൻഡിന് ചുറ്റും കറങ്ങി നടന്ന് കയറാം എന്നുള്ളതാണ്. പിന്നെ അതിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് നടക്കണമെന്ന ടൂറ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പം അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഈ പ്രതിമയെ പറ്റി പറയുകയാണല്ലോ, ഈ പ്രതിമയുടെ വലത് കൈയിൽ കൊടികൾ വെച്ചിട്ട് ഒരു ടോർച്ച് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതും, ഇടത് കൈയിൽ ഒരു താള് കാണാൻ സാധിക്കും. അതിൽ ജൂലൈ 4 MDCCLXX എന്നൊക്കെ പറഞ്ഞൊരു സംഭവം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജൂലൈ 4, 1776 എന്നാണ്. അത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഇതിൻ്റെ കാലുകളിൽ ചങ്ങല പൊട്ടിക്കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷത്തിൽ നിന്ന് മോചനം എന്നാണ് അതിൻ്റെ അർത്ഥം. പല കുടിയേറ്റക്കാർക്കുള്ള ആദ്യ കാഴ്ച പണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരുന്നു. കാരണം പണ്ട് കപ്പലിലൂടെയൊക്കെയാണല്ലോ ആൾക്കാർ കുടിയേറി വന്നുകൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മാത്രമല്ല, പ്രവാസികളുടെ പ്രതീക്ഷയുടെ പ്രതീകമായിട്ട് മാറി ശരിക്കും ഈ ഒരു
സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. 1984 യുനെസ്കോ ലോക പൈതൃക സ്ഥലമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുകയുണ്ടായി. ആദ്യം ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കോപ്പർ നിറത്തിലായിരുന്നു എന്നും പിന്നീട് കാലാനുഭവത്തിൽ അതിൻ്റെ നിറം പച്ചയായി മാറിയെന്നും അങ്ങനെ ഈ പറഞ്ഞ ഇപ്പോൾ കാണുന്ന ഈ ഒരു നിറമായി മാറിയെന്നും ഒക്കെ പറയുന്നുണ്ട്. ഈ പ്രതിമയുടെ ക്രൗൺ വരെയൊക്കെ കയറാനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനുമതി ലഭിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ശരിക്കും ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സന്ദേശം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, ആശയപ്രചരണം, അതേപോലെ തന്നെ കുടിയേറ്റക്കാർക്കും മനുഷ്യാവകാശങ്ങൾക്കുമായി തുറന്ന വാതിൽ എന്നൊക്കെയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സംഭവം. ഇതിൻ്റെ മേളൊക്കെ കയറി കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ട് വന്ന് പോയി കാണുക. എന്തായാലും ഞാനിപ്പോൾ ദൂരെ നിന്ന് കണ്ട് ഇത് മതി, ഇനിയിപ്പോൾ ഇതിന് അടുത്ത് പോയി കാണണമെന്ന് തീരുമാനിച്ചു. ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇല്ലേ, അതെന്ത് സംഭവമാണ്. ഇത് ചെറിയൊരു സാധനം, ഇത് ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെ പണിതൊരു സാധനമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് ഭയങ്കര സംഭവമല്ല. അതിനടുത്ത് ഒരു തവണയെങ്കിലും പോയി കണ്ടവർക്ക് അതിൻ്റെ ഒരു സംഭവം മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. അത് പൊളി ഐറ്റമാണ്. തിരിച്ചു പോകാൻ നേരം ഒരു വലിയൊരു ഷിപ്പ് നോക്കി, അതിൻ്റെ പുറകിൽ ഒരു ടഗ് ബോട്ടും ഉണ്ട്. ഇത് എന്തോ ഓയിലോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഗംഭീര ഒരു ഷിപ്പാണ്. ഭയങ്കര വലിപ്പമുണ്ടത്, കണ്ടാൽ മനസ്സിലാവില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ന്യൂയോർക്കിൽ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ന്യൂജേഴ്സി ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കയറിപ്പോയതാണ്, പക്ഷേ ന്യൂജേഴ്സി ആയിരുന്നില്ല, ഇത് ന്യൂയോർക്ക് തന്നെ ആയിരുന്നു. ഇത്രയും വലിയ കപ്പൽ പോലെയുള്ള ഫെറിയിൽ നമ്മൾ തിരിച്ച് മാനട്ടണിലേക്ക് പോകുന്നു. നല്ല സ്പീഡിലോട്ടോ നമ്മുടെ ഫെറി പോകുന്നത്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. എന്നാലും ഗവൺമെൻറ് ഇത്രയും വലിയൊരു ഫെറിയൊക്കെ ആളുകൾക്ക് പോകാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഓടിക്കുന്നില്ലേ ഇവിടെ. ഇത് ശരിക്കും സൈക്കിളൊക്കെ കൊണ്ടുപോട്ടോ ഇതിനകത്ത്. ഇവിടെ എല്ലാവരും വ്യൂ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നോക്കിയേ, കുറച്ച് കഴിയുമ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി വരും, അത് കാണാൻ വേണ്ടി നിൽക്കും എല്ലാവരും ഇവിടെ. ഈ ഒരു ഫെറി റൈഡ് എന്തായാലും ഭയങ്കര വേർത്തായി കേട്ടോ. കാരണം ഇത്രയും ശരിക്കും ഇതൊക്കെ പൈസ കൊടുത്തിട്ട് ഈ കടലിൽ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ബോട്ടിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ക്രൂസൊക്കെ പോകുന്നതിൻ്റെ അത്രയും തന്നെ എഫക്റ്റ് ഈ ഒരു ഫെറി റൈഡിന് എന്തായാലും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു മാൻഹാട്ടൻ്റെ ആ ഒരു കിഡിലും കാഴ്ച നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ആ ഓറഞ്ച് കളറിൽ കാണുന്ന ആ ഒരു സാധനമാണ് നമ്മളിപ്പോൾ പോകുന്ന ഫെറി. മാൻഹാട്ടൻ്റെ കാഴ്ചകൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിതുവരെ ഒന്നും കണ്ടിട്ടില്ല. ന്യൂയോർക്കിൻ്റെ ഒരു അറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമുക്കിനി ടൈം സ്ക്വയർ കാണാൻ കിടക്കുന്നു, ബാക്കി പല പല സംഭവങ്ങളും കാണാൻ കിടക്കുന്നു. സോ ഗൈസ്, അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ എനിക്ക് ഒരു തുള്ളി നടക്കാനുള്ള നല്ല പാട്ടൊക്കെ, ഒരു തുള്ളി നടക്കാനുള്ള ആരോഗ്യം പാടുക അവരുടെ അടിപൊളി. എല്ലാവരും ടൂറിസ്റ്റുകളാണേ മൊത്തമേ, അല്ലേ? ഫുൾ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ നമുക്കിനി തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം. എങ്ങനെയാണോ പോകുന്നത് നോക്കട്ടെ. വേൾഡ് ഫേമസ് ഹോട്ട് ഡോഗ്സ്, ഫ്രൈസ്. ഈ അമേരിക്കൻ ഫുഡെന്നൊക്കെ പറയുന്നത് മൊത്തം ഫാസ്റ്റ് ഫുഡും പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ഫാസ്റ്റ് ഫുഡും പരിപാടികളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് ഹലാൽ കൗണ്ടറുകൾ കാണാൻ പറ്റും. ഇതൊക്കെ ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. തിരിച്ചു വന്നപ്പോഴും നമ്മുടെ ഹരേകൃഷ്ണ ഐസ്കോണ്ട് ആൾക്കാർ ഇവിടെ പാട്ടും പാടി ഇരിപ്പുണ്ട്. സായിപ്പന്മാരൊക്കെ കണ്ടിരുന്ന് പാടുന്നത്. ഇവർക്കൊക്കെ എന്തായിരിക്കും, ഇവർക്ക് പൈസ കൊടുക്കണ്ടേ? ഇവരുടെയൊക്കെ പേയ്മെൻറ്റ് ടേംസ് എന്തായിരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് നമ്മുടെ നാട്ടിലും നമുക്ക് കാണാമല്ലോ, ഇഷ്ടംപോലെ അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും വിശ്വാസം കൊണ്ട് വരുന്ന വിദേശികളായിട്ടുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇസ്കോണിൽ ഏറ്റവും കൂടുതൽ. എങ്ങനെയായിരുന്നു, എന്തായിരിക്കും ഇവരുടെ പേയ്മെൻറ്റ് ടേംസ്? ഇവർക്ക് ജീവിക്കാൻ കാശ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പരിപാടി? ഞാൻ എപ്പോഴും ആലോചിക്കും. ചിലപ്പോൾ എനിക്ക് നാട്ടിലൊക്കെ ചിലപ്പോൾ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇവരെ ഈ ഫോറിനേഴ്സിനെ കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ ആകർഷിക്കുന്നതാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ പ്യുവർലി ഡിവോഷൻ്റെ മേളിൽ വരുന്നത് തന്നെ ആയിരിക്കുമോ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്? ഇപ്പോൾ രാവിലെ നമ്മൾ എത്ര മണിക്കൂറായി അവരിവിടെ ഇരിക്കുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ ഇരുന്ന് ഭജൻസ് പാടുമ്പോഴത്തേക്കിനും വാട്ട് ആർ ദി ഗെറ്റിംഗ്? ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു ചോദ്യമാണ്. ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് ന്യൂയോർക്ക് സിറ്റി ബസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതങ്ങനെയാണോ ന്യൂയോർക്ക് സിറ്റി ബസ്? ഇവിടുത്തെ വണ്ടികളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ഏത് വണ്ടിയാണെന്നൊരു ഐഡിയ ഇല്ല.
ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ നേരം എന്നോടൊരാൾ ചോദിച്ചു ഈസ് ദാറ്റ് ഗോപ്രോ? ഞാൻ പറഞ്ഞു നോ ഇറ്റ്സ് നോട്ട് ഗോപ്രോ. വിച്ച് വൺ ഈസ് ദാറ്റ്? നമ്മൾ DJI ആക്ഷൻ DJI Osmo Action 5. അപ്പോൾ ഇസ് ഇറ്റ് ബെറ്റർ ദാൻ ഗോപ്രോ? ഞാൻ പറഞ്ഞു ഫാർ 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 ബെറ്റർ ദാൻ ഗോപ്രോ. ഗോപ്രോ ഒക്കെ ഇതിൻ്റെ അടുത്തെത്തണമെങ്കിൽ കുറേ ആറാണ്ടി ചെയ്ത് മെനക്കെടേണ്ടി വരും എന്ന് പറഞ്ഞു. പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അമേരിക്കനാണെന്ന് തോന്നുന്നു. ഇത് ചൈനീസ് അല്ലേ? എൻ്റെ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഇവിടെ തജിൻ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് കാണാം. അയ്യോ, എനിക്ക് മെക്സിക്കൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മെക്സിക്കോയിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി വരുമ്പോഴത്തേക്കിനും നമുക്ക് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു, പോകണമെന്ന് വിചാരിക്കുന്നു. ഇവിടെയുള്ള കുറേ സ്ഥലങ്ങളിലേക്ക് പോകണം. ഞാൻ ഒരു ചെറിയൊരു സലാഡ് വാങ്ങിച്ചു കഴിക്കാനായിട്ട്. ഇതെന്താടാ ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഫുള്ള് പുകച്ചിലാണല്ലോ. ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് പറയണേ. താഴെ എന്തായിരിക്കും ഇതിന് മാത്രം പുകയാനുള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ഐ എം ബാക്ക് ടു ദ ഹോട്ടൽ ഫോർ ടുഡേ. ഇന്ന് രാത്രി ടൈം സ്ക്വയർ പോകണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തുള്ളി നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം ലിറ്ററലി ടയേർഡ്. അത്രയ്ക്ക് നടന്നു വന്നു. ഓ മൈ ഗോഡ്, ബാക്ക് ടു മൈ റൂം. ഹൈ, ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്തല്ലോ ഇവിടെ. അടിപൊളിയാണല്ലോ. റൂമൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ഗൈസ്. നൈസ്, താങ്ക് യു സോ മച്ച്.